നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിക്കായി ഓരോ ഇന്ത്യൻ പൌരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മന്ത്രി പദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി പദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണെന്നും സുരേഷ് ഗോപി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വിൻഡോ ചില്ല് പാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. എറവ് കരുവാൻ വളവിൽ അപകടത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. റോഡരികിലെ പോസ്റ്റിൽ കോണിവെച്ച് കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്കിടിച്ചായിരുന്നു അപകടം. തൃശൂർ സ്വരാജ് റൌണ്ടിലെ എല്ലാ കെട്ടിടങ്ങളിലും വെള്ളിയാഴ്ച സുരക്ഷാ പരിശോധന നടത്തി കോർപ്പറേഷന് കത്ത് നൽകുമെന്ന് തൃശൂർ ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖ്. സ്വരാജ് റൌണ്ടിലെ എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ച് കാലപ്പഴക്കവും അപകട സാധ്യതയും വിലയിരുത്തുമെന്നും വൈശാഖ്. പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പോസ്റ്റ് ഒടിഞ്ഞ് ഓട്ടോയ്ക്ക് മുകളിൽ വീണു. ടോറസ് ലോറി ഫോൺ കേബിളിൽ കുരുങ്ങി വലിച്ചുകൊണ്ടുപോയതിനെ തുടർന്നാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പൈങ്കുളം മുണ്ടനാട്ട് പാടത്ത് വളവിൽ തെരുവ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട വൈദ്യുതി തൂണിലിടിച്ച് തലകീഴായി പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവറും സഹായിയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കലാമണ്ഡലത്തിൽ പഠനം പൂർത്തിയാക്കിയ 1970-ലെ പൂർവ്വ വിദ്യാർത്ഥികൾ കലാമണ്ഡലം പത്മിനിക്ക് ആദരം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മങ്ങാട് മൈനർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപമാണ് 1.5 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. തലപ്പള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ MP കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ചെയർമാൻ CN സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാവക്കാട് കോടതിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ സ്പെഷ്യൽ ജഡ്ജ് അന്യാസ് തയ്യൽ, സബ് ജഡ്ജ് V വിനോദ്, മജിസ്ട്രേറ്റ് ശാരിക സത്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെയർമാൻ M കൃഷ്ണദാസ് ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും, കൌസ്തുഭം അതിഥി മന്ദിരത്തിൽ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവിയും ദേശീയ പതാക ഉയർത്തി. ഗുരുവായൂർ ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം മുൻ പ്രസിഡന്റ് VK സുരേഷ് ബാബു പതാക ഉയർത്തി. GUP സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാന അധ്യാപിക CR സിന്ധു ദേശീയ പതാക ഉയർത്തി. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീരാമകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു, കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി എൽദോ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം വാർഡ് കൌൺസിലർ AK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മിനി വിനോദ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ സന്ദേശം നൽകി. മാള പഞ്ചായത്തിൽ പ്രസിഡന്റ് ബിന്ദു ബാബു ദേശീയ പതാക ഉയർത്തി. കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് ദേശീയ പതാക ഉയർത്തി. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം മുൻ പ്രസിഡന്റും എഴുത്തുകാരനുമായ പ്രൊഫസർ VK ലക്ഷ്മണൻ നായരുടെ കവിതയെ ആസ്പദമാക്കി ചിത്രീകരിച്ച ആൽബം പ്രകാശനം ഞായറാഴ്ച നടക്കും. കവി റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിക്കും. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് ദേശീയ പതാക ഉയർത്തി.
ഇരിങ്ങാലക്കുട നഗരസഭ അയ്യങ്കാവ് മൈതാനത്ത് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ ദേശീയ പതാക ഉയർത്തി. സ്കൌട്ട്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ആഘോഷിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ദേശീയ പതാക ഉയർത്തി. അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. തൈക്കാട്ടുശ്ശേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആനക്കല്ല് സെന്ററിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതുകിണറും പരിസരവും വൃത്തിയാക്കി. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ആശുപത്രിപ്പടി മദ്രസത്തുൽ ബദ്രിയയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പള്ളി പ്രസിഡന്റ് കോയക്ക ദേശീയ പതാക ഉയർത്തി. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നൂറുൽ ഹുദ മദ്രസയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് പതിപ്പറമ്പത്ത് അബ്ദുൾ നാസർ, സെക്രട്ടറി KK അബ്ദുൾ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി പ്രസ് ഫോറം സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് ദേശീയ പതാക ഉയർത്തി. പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. പൊന്നാനി ഈഴവത്തുരുത്തി കുട്ടാട് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ CP അബൂബക്കർ ദേശീയ പതാക ഉയർത്തി. മുൻ കസ്റ്റംസ് ഹവീദാർ ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A പവിത്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് ഫണ്ട് നൽകുന്നതിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. അന്തിക്കാട് മേപ്പറമ്പ് ശ്രീവാമനമൂർത്തി ക്ഷേത്രത്തിലെ ഇല്ലനിറ ആഘോഷിച്ചു. തന്ത്രി ഇല്ലം കേളങ്ങാത്ത് മന സ്വരൂപ് നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശരത് നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. മാടക്കത്ര ഫ്രണ്ട്സ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മാടക്കത്ര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് ദേശീയ പതാക ഉയർത്തി. T മനോജ്, P ശ്രീനിവാസൻ, VC ബിനോജ്, രാധാകൃഷ്ണൻ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം LP സ്കൂളിൽ കർക്കിടക മാസാചരണ സമാപനം പ്രശസ്ത യജ്ഞാചാര്യൻ KC മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാമായണ പ്രശ്നോത്തരിയിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ GP ശ്രേയസ്, പ്രധാന അധ്യാപിക K ഗിരിജ എന്നിവർ ചേർന്ന ദീപശിഖ സ്കൂൾ കായിക താരമായ കണ്ണന് കൈമാറി. മുപ്പളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് ഫോർ എമർജൻസി ആൻഡ് CPR ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. സയൻസ് എക്കോ എനർജി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ട്രെയിനിംഗ് വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പ് കമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയുടെയും ഭാര്യയുടെയും പക്കൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കടപ്പാടി സ്വദേശി പൂതംകുറ്റി വീട്ടിൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കിസാൻ ജനത S സ്വാതന്ത്ര്യ ദിനത്തിൽ അയ്യന്തോളിൽ കർഷക പാർലമെന്റ് സംഘടിപ്പിച്ചു. കർഷക പാർലമെന്റ് കിസാൻ ജനത സംസ്ഥാന കൺവീനർ G പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. കിഴക്കമ്പാട്ടുകര നാടൻ കലാസംഘത്തിന്റെ കൂട്ടായ്മയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്നംകുളം തൃശൂർ റോഡിലെ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ കാനയിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1977-78 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കുടുംബസംഗമം തളിക്കുളം സ്കൂൾ അങ്കണത്തിൽ ചേർന്നു. പൂർവ്വ വിദ്യാർത്ഥിയായ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മഹാഗണപതി ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചു.
കുന്നംകുളം നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ സൌമ്യാനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കോളനിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോളനിയിലെ പുതിയ ബസ് സ്റ്റോപ്പിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TC രജിത ദേശീയ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചേംബർ ഓഫ് കോമേഴ്സ് സംഘടനത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രസിഡന്റ് KP സാക്സൺ ദേശീയ പതാക ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ, ചേംബർ സെക്രട്ടറി KM അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവും സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ CMS LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു ദേശീയ പതാക ഉയർത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. എറവ സെന്റ് തെരാസസ് അക്കാദമി ICSE സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ദേശീയ പതാക ഉയർത്തി. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വികാരി ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ദേശീയ പതാക ഉയർത്തി. വിമുക്ത ഭടന്മാരായ KK കുര്യാക്കു, ഡേവിസ് വടക്കൻ, PJ ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രിൻസിപ്പൽ PV അജിത ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് നൌഫൽ കൊച്ചന്നൂർ, പ്രധാനാധ്യാപിക AV സുമംഗലി എന്നിവർ സംസാരിച്ചു. ചെമ്പുകാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സൂപ്രണ്ട് VK സുരേന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. VHSS ഇൻചാർജ് അധ്യാപിക സീന V മേനോൻ, PTA വൈസ് പ്രസിഡന്റ് VT സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കിൽ ഡെസ്റ്റിനേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ CC മുകുന്ദൻ MLA പതാക ഉയർത്തി. മാനേജർ AT നേന, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ദേശീയ പതാക ഉയർത്തി. DCC ഭാരവാഹികളായ KK ബാബു, VG അശോകൻ, KB ജയറാം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാന അധ്യാപിക KA സുജിനി ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. വടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശിഷ്ട അതിഥികൾ ചേർന്ന് ദേശീയ പതാക ഉയർത്തി. ചേർപ്പ പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാന അധ്യാപിക ലതിക ദേശീയ പതാക ഉയർത്തി. വാർഡ് മെമ്പർ ധന്യ സുനിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനമൈത്രി പോലീസ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ BR സുനിൽകുമാർ MLA ദേശീയ പതാക ഉയർത്തി. അന്തിക്കാട് ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാന അധ്യാപിക VR ഷില്ലി ദേശീയ പതാക ഉയർത്തി. അന്തിക്കാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ധീര ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷവും ബാൻഡ് സെറ്റ് ഉദ്ഘാടനവും SI രാജേഷ് കുമാർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചക്രമാക്കിൽ, കൌൺസിലർ ലാലി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജിയോ വേലുക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ്സിന്റെ നേതൃത്വത്തിൽ PG കണ്ണാറ ജയ് ക്രിസ്റ്റോ സദനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സദനിലെ അന്തേവാസികൾക്ക് കിങ്സ് മെമ്പേഴ്സ് മധുരം വിതരണം ചെയ്തു. പറപ്പൂരിൽ KSEB ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ AP സെബാസ്റ്റ്യൻ ദേശീയ പതാക ഉയർത്തി. സബ് എഞ്ചിനീയർ അശ്വതി, ഓവർസിയർമാരായ വർഗീസ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദ് പള്ളിയങ്കണത്തിൽ മഹല്ല് പ്രസിഡന്റ് ജനാബ് M ഹയാത്ത് ഖാൻ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി A അബ്ദുൾ ബാസിദ് മുത്തലി, PC സിയാദ്, ചീഫ് ഇമാം PK ഇബ്രാഹിം ഫല്ലാഹി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മരത്താക്കര KCYM സംഘടനയുടെ ആഭിമുഖ്യത്തിൽ റോഡുകൾ വൃത്തിയാക്കി. വികാരി ഫാദർ ജോബ് വടക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻസൺ എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി.
തോളൂർ പഞ്ചായത്ത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ദേശീയ പതാക ഉയർത്തി. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി കെ സി ഡേവിസ്, വൈസ് പ്രസിഡന്റ് കെ കെ മാത്യു, ട്രഷറർ കെ ആർ രാധിക തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി സൌഹാർദ്ദം സെന്ററിന്റെ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ അമ്പളി ഭവനിൽ ആഘോഷിച്ചു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ദേശീയ പതാക ഉയർത്തി. വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റിലപ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃതിക് ദേശീയ പതാക ഉയർത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രജിതൻ, സിനിമാ താരം രാമു, KFRAയിലെ ശാസ്ത്രജ്ഞൻ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.